ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂര് സ്റ്റേഡിയത്തില് ഫ്ലവർ ഷോ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് വന്നത്. ഹസ്ബൻഡ് അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ടിക്കറ്റിന് 60 രൂപയാണ്. അപ്പം ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് കേട്ടോ എൻട്രി. നമ്മൾ അകത്തേക്ക് കയറേണ്ട എൻട്രി വഴി അതാണ്. പിന്നെ അങ്ങ് ഒരു വൈറ്റ് കാർ നിർത്തിയിട്ടുണ്ട്. കാറിന്റെ ആ സൈഡിൽ കൂടിയാണ് കേട്ടോ പുറത്തേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്. ഫ്ലവർ ഷോ അകത്ത് എന്തൊക്കെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ എടുക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എടുത്തിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അകത്ത് എന്തൊക്കെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, 60 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഈ മുന്നിൽ പോകുന്നതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. നമ്മൾ അകത്തേക്ക് പോവാണ്. ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരു വഴിയാണ് കേട്ടോ. അതിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് പോകേണ്ടത്. അതായത് ഒരുപാട് ആൾക്കാരിലുണ്ട്. ഇവിടെ ഒരു പക്ഷിന്റെ രൂപത്തിൽ ഫ്ലവർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ട്. പിന്നെ ഫിഷ് ടാങ്ക് ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറി വരുന്നിടത്ത് തന്നെ പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് സ്റ്റാൻഡില് ഇൻഡോർ പ്ലാന്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസ് ആണ് കേട്ടോ ഇതുള്ളത്. ഇതിപ്പോ കയറുമ്പോൾ തന്നെ ഇതാ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. കാണാനും ഒരുപാട് ആൾക്കാരുണ്ട്. അത്രയും ഫ്ലവർ ഉണ്ട് കേട്ടോ. എണ്ണ തീരാത്ത അത്രയും ഫ്ലവർ ഉണ്ട്. എന്നുവെച്ചാൽ എന്താ പറയണ്ടേ, നമ്മൾ പല 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 വർണ്ണങ്ങളായിട്ട് കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോവും. അത്രക്കും ഫ്ലവർ ഉണ്ട്. ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ടാണ്. പിന്നെ ഇത് ഔഷധ ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത്. ഔഷധ ചെടികൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ പ്ലാന്റിനും ഓരോ പേരും അവർ കൊടുത്തിട്ടുണ്ട്. ഇതേതാ പ്ലാന്റ് എന്നുള്ളതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാ ഇരപിടിയൻ ചെടി എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിലായിട്ട് ഇതാണ് കേട്ടോ, ഇത് ഫോട്ടോ ആണ്. ഇതിന്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരപിടിയൻ ചെടി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന്റെ താഴെ ഇതാണ് കേട്ടോ ഇരപിടിയൻ ചെടി. അപ്പൊ അതിന്റെ താഴെയാണ് ഫുൾ ജമന്തി പ്ലാന്റ്, ഫ്ലവർ പ്ലാന്റ് ആണ്. ജമന്തി പ്ലാന്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതാ എനിക്ക് കാണാൻ പോകുന്നതാണ് കേട്ടോ. അതിന്റെ തനതായ ഭംഗി കാണണമെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ. ഇതാ എന്നെ അടുത്തത് നമ്മളിതാ കാണാൻ പോകുന്നത് മൊത്തമായിട്ട് ഫ്ലവർ പ്ലാന്റ് ആണ്. എണ്ണ തീരാത്ത അത്രയാണ് ഇവിടെ ഫ്ലവറിന്റെ പ്ലാന്റ്. നമ്മളെ പ്ലാന്റിന്റെ ലീഫ് തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവർ പോലെ ഇരിക്കുന്ന ലീഫ് ഉണ്ടല്ലോ, അതിൻ്റെതുമുണ്ട് മൊത്തം. പിന്നെ ഫുള്ളുള്ള ജമന്തിയും പല തരത്തിലുള്ള എണ്ണ തീരാത്ത അത്രയും ഫ്ലവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല 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 രൂപത്തിലും പല സ്റ്റൈലിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെ ഓണത്തിന് പൂക്കളൊക്കെ ഇടുന്നില്ലേ, ആ ഒരു സ്റ്റൈലിൽ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ ആൾക്കാർ ഒത്തിരി ഉണ്ടും താനും. അത് മാത്രമല്ല ഫോട്ടോസ് എടുക്കാനും അവരെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഫോട്ടോസ് എടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പല രൂപത്തിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്ലവറിനാണെങ്കിൽ ഒരു വാട്ടം പോലും സംഭവിച്ചിട്ടില്ല. നമ്മളെ വീട്ടില് നമ്മളിപ്പോ ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ടങ്ങ് വീട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ പിറ്റേന്നാകുമ്പോഴത്തേക്ക് ചെറുതായിട്ടെങ്കിലും വാടിക്ക് ഉണ്ടാവും. പക്ഷെ ഇതെന്താ ഒരു അതിശയം, വാടോ ഒന്നുമില്ല കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിപ്പം ഞാൻ തുടങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എന്നിട്ട് പോലും ഒരു വാട്ടോ ഒന്നും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. ഒരു അത്ഭുതമാണ് കേട്ടോ. ഇവർ ഈ തുടങ്ങിയപ്പോൾ സെറ്റ് ചെയ്തതാണ് ഈ ചെടി. എന്നിട്ട് ഈ 4 ദിവസമായിട്ടും ഒരു വാട്ടോ ഒന്നുമില്ല. ഊട്ടിയിലെല്ലാം കാണുന്നില്ലേ നമ്മളെ ഫ്രഷ് പ്ലാന്റ്, അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാരെ ഫോട്ടോ എടുക്കാനുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്.
എത്രയും കണ്ടിട്ട് മതി വരാത്തത്രയും കണ്ട് രസിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ പോകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോണം, ഇത് കാണണം. നമ്മൾ ഇങ്ങനെയെങ്കിലും നമ്മൾ ഒന്ന് ആസ്വദിക്കണ്ടേ, മനസ്സൊന്ന് കുളിർമ വരണമെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണം. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നേരിട്ട് ഇതിനെക്കാട്ടും ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോവുക. 60 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പോകാത്തവര് ഒരുപാട് പ്ലാന്റ് വാങ്ങാനുണ്ട് അവിടെ. നമുക്ക് ഇതിന്റെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത പ്ലാന്റ് എല്ലാം നമുക്ക് വാങ്ങാനും കിട്ടും. നമുക്ക് കൊണ്ടുവരാൻ കഴിയും, എടുത്ത് കൊണ്ടുവരാൻ കഴിയും എല്ലാവർക്കും. നമ്മൾ പുറത്തുനിന്ന് ഇപ്പൊ ഓൺലൈനിൽ വാങ്ങുന്നതിനെക്കാട്ടും തുച്ഛമായ റേറ്റ് ഉള്ളതായാലും അവിടെ. ഞാൻ കുറച്ച് ചെടി വാങ്ങി, നമ്മൾ 2 വീലറാണ് പോയത്. അങ്ങനെ കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല, നമ്മൾക്ക് ഇല്ലാത്ത ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഓരോ സൈഡിൽ ഇതാ നമ്മള് പിന്നെ ബോഗിൻവില്ല, ഇൻഡോർ പ്ലാന്റ്, അഡീനിയം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ കളർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് അത് പോയിട്ട് എടുക്കാൻ തോന്നാം. ചെറിയ ചെറിയ പോട്ടിലും കവറിലാണ് ഇവര് നട്ടിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവരാ സെറ്റ് ചെയ്ത ഇതന്നെ എന്താ പറയണ്ടേ, അതെങ്ങനെ അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. അത്രക്കും നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാലും മതിവരാത്ത അത്രയും ഭംഗിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കാണാത്തവരാരെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഞാനിതാ പറഞ്ഞ് നിങ്ങൾ ഇതാക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതിന്റെ ഭംഗിയെല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കേ. അങ്ങനെ ഫ്ലവറിന്റെ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. കുറെ ആൾക്കാർ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ഇനി അങ്ങോട്ട് ഉള്ളത് മൊത്തം സെയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം സെയിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മൊത്തമായിട്ട് ചുറ്റും ഇനി പുറത്തിറങ്ങുന്ന വരെ സെയിലാണ് കേട്ടോ. നമുക്ക് പല പല നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാ ഇതും സെയിലായിട്ട് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നിന്റെ റേറ്റ് ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും എല്ലാ ചെടിയും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും നമ്മളെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ ചെടികളൊക്കെ അങ്ങനെ വാങ്ങുകയാണ്. ഇതൊക്കെ വാങ്ങണം. നമ്മൾ ഒരു ദിവസം ഒരിക്കൽ ഇത് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധക്കുറവ് കാരണം അതൊക്കെ പോയി നമ്മളെ വീട്ടിൽ അതിൽ ഉണ്ടായതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ പ്ലാന്റ് ഒക്കെ നോക്കി പിന്നെ അപ്പുറത്തപ്പുറത്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ഇതിന് ഒരുപാട് കളർ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ റെഡ് ഒന്നിന് 100 രൂപയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ കളറും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് മാത്രം പൈസയുണ്ട്. 8 കളറേ മറ്റുണ്ട് ഇതിൻ്റെ. അപ്പൊ റെഡ് നമുക്ക് നല്ലോണം ഇഷ്ടമായിട്ട് അതിന് താഴെ വൈറ്റ് കവറിൽ വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ 100 രൂപക്ക് ഒരു ചെറിയ ഇതാണ്, പ്ലാന്റ് ആണ്. അതിനാണ് 100 രൂപ. നമ്മൾ ഈ എടുക്കുന്നതല്ല കേട്ടോ, നമ്മൾ താലിതാ ഇതിന്ന് എടുക്കുന്ന ഈ ഒരു പ്ലാന്റിനാണ് 100 രൂപ. അപ്പൊ നമ്മൾ ഇതൊന്നും എടുത്തിട്ടുണ്ട്, റെഡ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, അതുകൊണ്ട് ആ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തെല്ലാം പോയി. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട്, ഇത് നമ്മൾ ഔഷധ ചെടി എന്നാണ് വിചാരിച്ചത്. അപ്പൊ നോക്കുമ്പോൾ അതല്ല, അവർ പറഞ്ഞത് ഇത് ഫ്ലവർ പ്ലാന്റ് ആണ്. ഇതിന്റെ മുകളിൽ മൊത്തമായിട്ട് ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, നല്ല വെയിലത്ത് വെക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. നല്ല കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇവിടെ. പല റോസ് ഉണ്ട്, പിന്നെ ബോഗൻവില്ല, ജമന്തി, അങ്ങനെ റോസിനെല്ലാം 100 രൂപ, 150, 80 രൂപ അങ്ങനെയൊക്കെയാണുള്ളത് കേട്ടോ. ജമന്തി ഞാൻ കുറേ തവണ വാങ്ങിയതാണ്. നമ്മളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാല് പിന്നെ അതിങ്ങ് ചീഞ്ഞു പോകും, പിന്നെ ഫ്ലവർ വിരിയുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നം കാരണം എടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലെല്ലാം ഇതാവും. പിന്നെ ഓരോ സൈഡിലൊക്കെ നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റ്, പിന്നെ ഫ്ലവർ പ്ലാന്റ്, അങ്ങനെ ഓരോ സെറ്റ് ഇതിലായിട്ട് നമുക്ക് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മളൊരു ബോഗൻവില്ല എടുത്തിട്ടുണ്ട്, ചെറുത് മിനിയേച്ചർ ടൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ചെറിയ തൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്ലവറും ലീഫും കാണാൻ നല്ല ഭംഗിയാണ്. ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തുനിന്ന് ഒരു യെല്ലോ എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പ്ലാന്റ്, ബോഗൻവില്ല 2 പ്ലാന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടില് എൻ്റെ അടുത്ത് വൈറ്റും പിന്നെ പിങ്ക് പിന്നെ ഓറഞ്ച്, ഇത് 3 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 ഉള്ളതുകൊണ്ട് പിന്നെ ഓരോ ദിവസം ഓരോ ഇതില് ഓരോന്നിങ്ങനെ വാങ്ങി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോഗൻവില്ല അതൊന്നും വളർത്തലില്ല, അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എടുത്തത്. പിന്നെ ഇവിടെ വന്നിട്ട് യെല്ലോ ഒരു പ്ലാന്റും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നീ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൂടി എടുത്തിട്ടുണ്ട്, ചൈനീസ് ബൾസം. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതില് കാണുന്നില്ലേ, ഈ ഒരു സെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. അതിന് 50 രൂപയാണ് വില. അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതില് നല്ല ഹൈബ്രിഡ് വെറൈറ്റി പല കളറിലും ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചാൽ ഓരോന്നിന്റെയും ഓരോ പീസ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും നടക്കൂല. ഇങ്ങനെ ഓരോന്നേ വാങ്ങിയിട്ട് വീട്ടിൽ സെറ്റ് ചെയ്യുക, അങ്ങനെ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാത്തിന്റെയും ഓരോന്ന് വാങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് ആവൂല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ യെല്ലോ ഗ്രീനും ഇത് കാണുന്നുണ്ട്, ആ സെന്ററിൽ ഒരു കളറ്, അതിൻ്റെതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഫ്ലവർ റെഡ് ആണ് വരുന്നത്, അതുകൊണ്ട് അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പ്ലാന്റ് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ അഡീനിയത്തിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. അഡീനിയം മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ. പല കളറിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരിവിടെ പിന്നെ ഡിസ്പ്ലേ ആയിട്ടും വെച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയ പീസ്, കുട്ടി പീസെല്ലാം സെയിലിനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റും ഉണ്ട് ഇവിടെ. ഇതൊന്നും നമ്മൾ വാങ്ങാൻ നിന്നിട്ടില്ല. ഇതൊക്കെ വലുതായ നല്ല ഭംഗി ഉണ്ടാവും. നട്ട് കഴിഞ്ഞാൽ ഒന്നിന് 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡിന്റെ പല കളറുകളിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് 350 രൂപയാണ് ഓർക്കിഡിന്. ഓർക്കിഡ് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് നല്ല ഭംഗിയില്. പിന്നെ ഞാൻ പിന്നെ പോയത് ഇവിടെയാണ് കേട്ടോ, നമ്മളെ പാറ്റക്സ് ആണ് കേട്ടോ. ഇതിന് 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 800 രൂപ, ഒന്നിനാണെങ്കിൽ 300 രൂപ കേട്ടോ. 3 എണ്ണം എടുക്കുവാണെങ്കിലും 800 രൂപക്ക് തരും. പിന്നെ ഞാൻ അതൊന്നും ഇപ്പൊ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ അടീനിയ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസ് ഹൈബ്രിഡ് വെറൈറ്റി ആയ 3 കളറുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാണ് കേട്ടോ അഡീനിയം പ്ലാന്റ്. 3 എണ്ണത്തിന് 200 രൂപയാണ്.
അത് ഞാൻ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഏതെല്ലാം കളറാണുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ഒരു ഫ്ലവറിന്റെ പിന്നെ ഒരു പീസാണ് കേട്ടോ. ഈ കാണുന്ന ഈ ഫ്ലവറിന്റെ ഒന്ന് എടുത്തിട്ടുണ്ട്, നല്ലോണം ഇഷ്ടമായി എനിക്ക്, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇപ്പുറത്തതാ ഒരു മെറൂണും ഈ ഒരു കളറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ പീസ് എടുത്തിട്ടുണ്ട്. മൂന്നെണ്ണത്തിന് ചെറിയ തൈയാണ് കേട്ടോ. ചെറിയ തൈക്കാണ് 3 എണ്ണത്തിന് 200 രൂപ കേട്ടോ. അതുകൊണ്ട് ഇത് ഇത്രേ ആവും. മിനിയേച്ചർ ടൈപ്പ് ആണെന്ന് അവർ പറഞ്ഞത്. അത്ര വലുതായിട്ട് അങ്ങ് വളർന്നു പോവൂല എന്നാ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ കാണുന്ന തൈ ഉണ്ടോ, അവര് ഡിസ്പ്ലേക്ക് വെച്ച തൈ, അത്രേ ആവുള്ളൂ, ബുഷായിട്ട് നിൽക്കും ഫ്ലവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് ഇഷ്ടമായിട്ട് അങ്ങനെ അത് അവിടുന്ന് 200 രൂപക്ക് 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ടെല്ലാം പോയി. ഇവിടെയൊക്കെ ടിഷ്യൂ കൾച്ചർ, വാഴ, പിന്നെ കറിവേപ്പില അങ്ങനെയുള്ളതെല്ലാം കേട്ടോ. ഫ്രൂട്ട്സ് പ്ലാന്റ്, മുന്തിരിന്റെ തൈ, ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഈ ഏരിയ ഫുള്ളുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങാൻ നോക്കി ഓറഞ്ചിന്റെയും കിലോ പേര എൻ്റെ വീട്ടിലുണ്ട്, അത് ഞാൻ വാങ്ങിയിട്ടില്ല. ഓറഞ്ച് വാങ്ങാൻ നോക്കി കേട്ടോ. ഓറഞ്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ആവൂല, എന്തായാലും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ആവൂല. പക്ഷെ നമ്മളെ വീട്ടിന്റെ അപ്പുറത്ത് അവര് ടെറസിൽ വളർത്തുന്നുണ്ട്. ചട്ടിയിലാണ് കേട്ടോ, വലിയ ഡ്രമ്മിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് ഓറഞ്ച് ആയിട്ട് നമ്മളെ കണ്ട്, അതുകൊണ്ട് ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ദിവസം 27-ാം തീയതി വരെ ഇതുണ്ട്. അപ്പൊ 27-ാം തീയതി പോയാല് നമുക്ക് ഇതൊക്കെ റേറ്റ് കുറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. പോവാൻ പറ്റുമെങ്കിൽ പോവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നഴ്സറിന്ന് വാങ്ങിയിട്ട് നമ്മൾ എന്തായാലും ഓറഞ്ചിന്റെ തൈ വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ടെറസിലൊക്കെ നമ്മൾ ടെറസിൽ ഞാൻ കൃഷി ചെയ്യലുണ്ടല്ലോ, അപ്പൊ അവിടെ നട്ടു വളർത്താന്ന് വിചാരിച്ചിട്ട് വാങ്ങണം എന്തായാലും. ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓരോന്ന് ഇങ്ങനെ വീഡിയോ കാണിച്ചു തരാം, കണ്ടോളൂ.
അടുത്തതായിട്ട് പോയത് നമ്മൾ ഹാങ് ചെയ്യാൻ വെക്കാൻ പറ്റിയ മോഡല് ബോഗിൻ വില്ലിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഈ ഒരു ഹാങ് ചെയ്ത് വെച്ച ബോഗിൻ വില്ലാണോ, ഇതിന് 2000 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അതുകൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ, നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇതിന് ചെറിയ പീസിനൊക്കെ 700 രൂപ അങ്ങനെയെല്ലാം റേറ്റ് പറഞ്ഞത്. നമ്മൾ പിന്നെ വാങ്ങാന്ന് വിചാരിച്ചു, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ പറഞ്ഞിട്ട് എന്താ നല്ല റേറ്റ്, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ നടന്നു പോകുമ്പോൾ ഇവിടെ ഓർക്കിഡാണ്. ഓർക്കിഡ് നല്ല നല്ല ഓർക്കിഡ് ഫ്ലവർ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ഓർക്കിഡാണ് ഇതെല്ലാം. നല്ല പല കളറുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി കളറുണ്ട്. അതൊന്നും എന്നിട്ട് വാങ്ങാൻ നിന്നിട്ടൊന്നുമില്ല, പിന്നെ വാങ്ങാന്ന് വിചാരിച്ചു. ഏതായാലും ലാസ്റ്റ് ദിവസം വന്നു കഴിഞ്ഞാൽ വരാൻ എന്തായാലും പോകാൻ നോക്കണം. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ചിട്ട് കിട്ടുമല്ലോ. പിന്നെ പല കളറിലായിട്ട് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പല കളറിലുണ്ട്, റെഡ്, വൈറ്റ്, എന്തെല്ലോ കളറിലുണ്ട്. പിന്നെ ഇവിടുന്ന് റോസ് വാങ്ങി കേട്ടോ, ഈ യെല്ലോ റോസ് വാങ്ങിയിട്ടുണ്ട്, റെഡും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാന്റിന് 100 രൂപയാണ്. വലിയ ഫ്ലവറുള്ള പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിയത് കേട്ടോ, 2 എണ്ണം. അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോവാണ്. ഇവിടെ ചെടികൾ മാത്രമല്ല കിട്ടുക, ഇവിടെ പിന്നെ കറിച്ചട്ടി ഉണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ സെക്ഷൻ ഇട്ടിട്ടുണ്ട്. സ്റ്റാൾ ഉണ്ട് ഇവിടെ കേട്ടോ, സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് വേണമെങ്കിലുണ്ട്, പിന്നെ ചട്ടി വേണമെങ്കിൽ നമ്മളെ പ്ലാന്റ് വെക്കാൻ പറ്റിയ ചട്ടി എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് കയറുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ ചെടി വാങ്ങിയല്ലോ, ചെടി വെക്കാൻ ചട്ടി കൂടി വേണ്ടേ, അതുകൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അപ്പൊ ഈ ഒരു ചട്ടിക്ക് 100 രൂപക്ക് 10 എണ്ണാണ് കേട്ടോ. 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 100 രൂപ. ചെറിയ ചട്ടിയാണ് കേട്ടോ. അതിന്റെ വലുതിന് 5 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 100 രൂപ, ഒന്നിന് 20 കേട്ടോ. അങ്ങനെ അവിടുന്ന് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഏതായാലും അപ്പുറത്ത് എവിടെയെങ്കിലും റേറ്റ് കുറച്ചിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുന്ന് എടുത്തില്ല കേട്ടോ. നമ്മളെ ഇൻഡോർ പ്ലാന്റ് വെക്കേണ്ട പോട്ട് എല്ലാം ഉണ്ട് കേട്ടോ, ഹാങ്ങിങ് പോട്ട് ഉണ്ട്. ഇനി ഇവിടെ ഡ്രസ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഉളുക്ക് ചതവ് അങ്ങനെയുള്ള കാര്യത്തിനുള്ള ഇതെല്ലാം മരുന്നുകളെല്ലാം വെക്കുന്നുണ്ട്. ഹാങ്ങിങ് പോട്ട് നല്ല പല കളറിലായിട്ട് ഹാങ് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ കയറിയിട്ട് ഞാൻ 2 പിന്നെ ഇന്നർ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. യെല്ലോ എടുക്കാന്ന് വിചാരിച്ച് നോക്കി. അപ്പൊ നോക്കുമ്പോൾ എനിക്ക് റെഡ് എടുക്കാനാണ് ആഗ്രഹം തോന്നിയത്. റെഡാണ് എടുത്തത്. നമ്മളെ ഇട്ട ചവിട്ടി ഉണ്ടല്ലോ, ചവിട്ടി അതില് റെഡ് ഉണ്ട്. അപ്പൊ ആ ഒരു കളറ് മാച്ച് ചെയ്തിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡ് കളർ എടുത്തു കേട്ടോ. ഇവിടുന്ന് 2 ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് തന്നെ ഇതിന്റെ അപ്പുറത്ത് ഇവരെ ഇത് തന്നെയാണ് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതാക്കി ഒരു 5 ചട്ടി കൂടി എടുത്തിട്ടുണ്ട്. 100 രൂപയ്ക്ക്. എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെയാണ്, അപ്പുറത്തുള്ള അതേ റേറ്റ് തന്നെയാണ് ഇപ്പുറം ഉള്ളത്. അതുകൊണ്ട് 100 രൂപക്ക് 5 ചട്ടി അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്നാണ് കേട്ടോ. ഇതവിടെ എന്തൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 5 എണ്ണം 100 രൂപ പറഞ്ഞിട്ട്. അങ്ങനെ 5 ചട്ടി ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ചെടിയെല്ലാം തൂക്കിയിട്ട് പോകുന്നുണ്ട്, ചെടിയും ചട്ടിയൊക്കെ തൂക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ചെറിയ മക്കൾക്കെല്ലാം കളിക്കാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കളിക്കാനുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഊർന്ന് കളിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കേണ്ടതൊക്കെ. പിന്നെ ഇത് നമ്മളെ ഫുഡിന്റെ ഒക്കെ സ്റ്റാളാണ്. അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അതിലെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങി കഴിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എന്തായാലും അതിലെ വന്നില്ല, ഇപ്പത്തേ പോയിട്ട്. ഇവിടെ പിന്നെ
പരിപാടി ഉണ്ട് കേട്ടോ, സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ഫ്ലവർ ഷോ കഴിയുന്നവരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഓരോ ദിവസം ചെറിയ മക്കളെ ഡാൻസ് ആണ് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി പ്രോഗ്രാം ഇവിടെ നടക്കാറുണ്ട്. ഡെയിലി എല്ലാ ദിവസവും ഉണ്ട്. ഈ ഫ്ലവർ ഷോ കഴിയുന്നവരെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സമയം, ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം ഇതിൽ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെടിയൊക്കെ നമ്മൾ സൈഡിലാക്കി വെച്ചിട്ട് അവിടെ നിന്നിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞു മക്കളാണ്, ആ മക്കൾ കളിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എവിടെയുള്ള കുട്ടികളാന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഉദ്ഘാടനത്തിന്റെ അന്ന് നമ്മുടെ സജില സലീം ഉണ്ടല്ലോ, സജിലയാണ് വന്നത് കേട്ടോ. ഫസ്റ്റ് ഉദ്ഘാടനത്തിന്റെ അന്ന് പ്രോഗ്രാം സജിലേൻ്റെതാണ് ഉണ്ടായിരുന്നു പറഞ്ഞത്. ഇത് കാണാനും നല്ല 2-3 നല്ല ഡാൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ട് ആസ്വദിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മള് ചെടിക്ക് വാങ്ങിട്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ വാങ്ങിയ ചെടികളെല്ലാം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ചെടി. ബോഗൻവില്ല വാങ്ങിയിട്ടുണ്ട്, പിന്നെ അഡീനിയം 3 ഉള്ളത്, പിന്നെ 1 വേറെ ഉള്ളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചൈനീസ് ബോൾസം ഇതാണ് വാങ്ങിയത്. പിന്നെ റോസ്, യെല്ലോ, റെഡ്. പിന്നെ ഒരു ബോഗൻവില്ല 2 വാങ്ങിയിട്ടുണ്ട്. 1 ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്, ആ വീഡിയോയിൽ കാണിച്ചില്ല. ഇത്രയുള്ള എൻ്റെ വീഡിയോ. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.